ഈ ജോയ്സിയുടെ മരണത്തിന്റെ ഏറ്റവും മനോഹരമായൊരു കാര്യം, ഞങ്ങൾ കുറേ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനിലൊരു ഗൂഗിൾ മീറ്റിൽ ഒരു വീഡിയോ ഇതിൽ വന്ന് ലൈവായി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എനിക്കും ഭാഗ്യവശാൽ ദൈവാനുഗ്രഹം കൊണ്ട് ആ സമയത്ത് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ കറക്റ്റ് വണ്ടി ഓടിച്ച് കാർ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്, ഞാൻ എൻ്റെ വൈഫുണ്ട്. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ ടൗണിലെത്തി എപ്പോഴേക്കുമാണ് ജോയ്സി മരിക്കുന്നത്. അപ്പോൾ ഈ ജോയ്സിയുടെ മൂന്നാമത്തെ മകൻ, അല്ലെങ്കിൽ ഒരേ ഒരു മകനുള്ളത് ജോഷുവ, കൂത്താട്ടുകുളത്ത് പഠിക്കുന്നു, മൂവാറ്റുപുഴ ഒരു ഹോസ്റ്റലാണ് നിൽക്കുന്നത്. അപ്പോൾ അവനെ തപ്പി ഞാനിങ്ങനെ നടന്ന്, അപ്പോൾ അവൻ ഏത് ഹോസ്റ്റലാണെന്നൊരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. കാര്യം ജോയ്സിനോട് പലവട്ടം പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ച അച്ഛന്മാരെ ഏതോ ഹോസ്റ്റലാണ്. അപ്പോൾ അവസാനം ഞാൻ ഇവൻ്റെ നമ്പർ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ട് ഇവനെ വിളിക്കുമ്പോൾ നമുക്ക് എല്ലാ കുഞ്ഞു കുട്ടികളും കേൾക്കേണ്ട ഒരു കാര്യം, ഞാൻ വിളിക്കുമ്പോൾ ഇവൻ ഹോസ്റ്റലിൽ നിന്ന് പോയി മൂവാറ്റുപുഴ ടൗണിലുള്ള ഹോളി മാഗി പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ ഒരു പക്ഷേ ഞാൻ പോലും, എൻ്റെ അമ്മ മരിച്ചതാണ്, തീർച്ചയായിട്ടും ദൈവകൃപയാൽ വിശ്വാസത്തിലേറ്റെടുക്കാൻ എനിക്ക് പറ്റി. എന്നാൽ ഇതുപോലെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പോലും ചിലപ്പോൾ നമ്മുടെ കാരണവർ പഠിച്ചാൽ ഒന്ന് അപ്സെറ്റായി എവിടെയെങ്കിലും ഒന്നിരിക്കും, ഒന്ന് സങ്കടപ്പെട്ട് മാറിയിരിക്കും. ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് ഹോസ്റ്റലിലുള്ള കുഞ്ഞ് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനെയും കൂട്ടി അവൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തി ലൈവിൽ ഇതറിഞ്ഞ സമയത്ത് ലൈവിലുണ്ടായിരുന്ന അവൻ നേരെ പോയത് തൊട്ടടുത്തുള്ള ടൗണിലെ ഹോളി മാഗി എന്ന് പറയുന്ന മൂവാറ്റുപുഴയിലെ കത്തോലിക്ക പള്ളിയിലേക്കാണ്. പള്ളിയിൽ പോയി ഞങ്ങളെ ഞാൻ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അവിടെ പോയാണ് ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ അവനെ ഹോസ്റ്റലിൽ പോയി അവനെ പിന്നീട് തൃശ്ശൂർ എത്തിക്കുന്നത്. അപ്പോൾ ജോഷുവയുടെ ആ ഒരു ഇടപെടലിൽ തന്നെ നമുക്കറിയാമല്ലോ ബാക്കി മക്കൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അത്ര രസമായിട്ടാണ് അത്. ജോയ്സിയുടെ ജീവിത മാതൃക, ജെയ്സൺ ചേട്ടനും ജോയ്സിയും ഒരുമിച്ച് പ്രത്യേകിച്ച് ഈ പ്രതിസന്ധികളുടെ നാളുകളിൽ വിശ്വാസത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് നടത്തിയ വഴികൾ മക്കളെ അതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്.